നമസ്കാരം. നല്ലത് ചെയ്യുന്നവരെ അഭിനന്ദിക്കണമെന്നും നല്ലത് ചെയ്യാനായിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും പറയാറുണ്ട്. ഇത് ഒരു പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും അത്തരത്തിലൊരു വീഡിയോ ആണ്. നമ്മൾ ഈ അടുത്ത് കേരളം അനുഭവിച്ചിട്ടുള്ള വലിയൊരു പ്രകൃതിക്ഷോഭമോ പ്രകൃതി ദുരന്തമോ എന്ന് വിളിക്കാവുന്ന വയനാട്ടിലെ ഈ ലാൻഡ് സ്ലൈഡ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴുള്ള കണക്കിൽ ഏകദേശം 300 ആളാണ് മരിച്ചിട്ടുള്ളത്. 200-ലേറെ ആളുകൾ കാണാതായിട്ടുണ്ട്. ഇത് കണക്കുകൾ മാത്രമാണ്. ഇനി അതിൻ്റെ യഥാസ്ഥിതി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇനിയും എത്ര ആളുകൾ കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും വലിയൊരു സങ്കടകരമായിട്ടും നമ്മളെല്ലാം നെടുക്കിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതിൽ അഭിനന്ദിക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ച് കഴിയുന്നത്രയും അപകടങ്ങൾ കുറയ്ക്കുകയും ആളുകളെ രക്ഷിക്കുകയെല്ലാം ചെയ്തിട്ടുള്ള ഏറ്റവും ആദ്യം എനിക്ക് അഭിനന്ദിക്കാൻ തോന്നിയിട്ടുള്ളത് നമ്മുടെ മലയാളി സഹോദരങ്ങളെ തന്നെയാണ്. പ്രത്യേകിച്ചും അവിടെ വയനാട്ടിൽ മുണ്ടക്കയും ചൂരൽമലയിലെല്ലാം ആ സമയത്തും അതിൻ്റെ ചുറ്റും നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ വലിയൊരു അഭിനന്ദനത്തിന് അർഹരായിട്ടുള്ളവരാണ്. വലിയ പുണ്യപ്രവൃത്തിയെ ചെയ്തിട്ടുള്ള ദൈവത്തിന് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെയാണ് ആർമി, ഇന്ത്യൻ ആർമിയും വലിയൊരു പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ഇന്ത്യൻ ആർമിയുടെ മികപ്പിനെ കുറിച്ച് പറഞ്ഞ് അഭിനന്ദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും അഭിമാനം കൊള്ളാറുണ്ട്. ഇതും മറ്റൊരു അഭിമാനം കൊള്ളേണ്ട ഒരു സാഹചര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ആർമിയുടെയും വലിയൊരു പ്രവർത്തനം നടന്നു. അതും ശരിക്കും അഭിനന്ദനത്തിന് അർഹമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് കേരള പോലീസ് ആവട്ടെ, കേരള ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ, അതേപോലെ തന്നെ ആംബുലൻസ് സഹോദരങ്ങൾ, പിന്നെ അവിടെ എന്താവശ്യത്തിനുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള നമ്മുടെ പൊതുപ്രവർത്തകർ, അതേപോലെ തന്നെ അവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഗതികൾ പലതും വിട്ടുകൊടുത്തിട്ടുള്ള, പ്രത്യേകിച്ചും പൊക്ലൈൻ പോലുള്ള JCB പോലുള്ള ലൈറ്റാച്ച് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വിട്ടുകൊടുത്തിട്ടുള്ള ആൾക്കാർ, അവിടെ താമസിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ അഭിനന്ദനത്തിന് അർഹരായിട്ടുള്ളതാണ്. അത് ഒന്നും തന്നെ ഇവരാരും തന്നെ ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ച് ചെയ്തവരല്ല. അവരവരുടെ ഒരു ധർമ്മം ചെയ്ത പോലെയാണ് ഞാൻ കാണുന്നത്. അതത്രയേ ഉള്ളൂ. അതിൽ വേറൊന്നും നമ്മൾ കൂട്ടിക്കലർത്തേണ്ടില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതാണത്. അത് ദൈവത്തിൻ്റെ അടുത്ത് വലിയ പുണ്യകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതിന് അവർക്ക് എന്തായാലും തക്കതായിട്ടുള്ള റിവാർഡുകൾ ദൈവം കൊടുക്കും. അത് നിങ്ങൾക്ക് ഈ ലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും അവരുടെ വിശ്വാസപ്രകാരം എന്തായാലും അത് ലഭിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പം നമ്മളെ ടീമിലടക്കമുള്ള ആളുകൾ പലപ്പോഴും അവിടെ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഫിസിക്കലി, അതായത് നമുക്ക് ശാരീരികമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു, അവിടെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. അതിന് കുറേ ആൾക്കാർ പോയി കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതില്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ തക്കതായിട്ടുള്ള ആളുകളും അതുപോലെ മിലിറ്ററിയെല്ലാം പ്രവർത്തിക്കുമ്പോൾ അവർ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് പോലെ ആവില്ല ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് കുറേ ആൾക്കാർ ബാക്ക് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാലും അതിനുള്ള സന്നദ്ധത കാണിച്ചവർക്കുള്ള അഭിനന്ദനമുണ്ട്. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു പ്രവൃത്തിയാണ്. സ്വന്തം ജീവനെ എന്തായാലും റിസ്കിലാക്കിയിട്ട് ആണ് ആളുകൾ പോയിട്ടുള്ളത്. അത് വലിയൊരു കാര്യമാണ്. ഇനി അങ്ങോട്ടുള്ള കാലം വയനാടിൻ്റെ നമ്മുടെ ഒരു സപ്പോർട്ട് വലിയതായിട്ട് വേണം. കാരണം ഇനിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ അവിടെ രക്ഷപ്പെട്ടിട്ടുള്ള ക്യാമ്പുകളിലെല്ലാം കഴിയുന്ന ആളുകൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ വേണം. നമുക്കറിയാം, വല്ലാത്തൊരു രീതിയിലാണ് ഈ ഒരു പ്രകൃതി ദുരന്തം നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അവരോ അവസ്ഥകൾ, കാരണം ഓരോ ശരീരങ്ങളും ഛിന്ന ഭിന്നമായിട്ടും പല ശരീരഭാഗങ്ങൾ പല ഭാഗത്തെല്ലായിട്ട് കിട്ടി നമ്മൾ വാർത്തകളിൽ കണ്ടാണ്. ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, മിലിറ്ററി എല്ലാം തന്നെ ആ ശരീരങ്ങൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ജീർണിച്ചൊരവസ്ഥയിലാണ് പല ശരീരം ഉണ്ടായിട്ടുള്ളത്. അത് പൊട്ടി വീഴുന്നതായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലഷുകളെല്ലാം തന്നെ ഇങ്ങനെ വഴുകിയ രൂപത്തിലെല്ലാം ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പം പകർച്ചവ്യാധികളും മറ്റെല്ലാം സംഭവിക്കാനുള്ളതുകൊണ്ട് തന്നെ PP കിറ്റ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ ടീമിൽ ഫ്ലൈവീലും അതുപോലെ തന്നെ മറ്റുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അസോസിയേഷനും ചെറുവാടി ഓഫ് റോഡ് ക്ലബ്ബും മോട്ടോർ സ്പോർട്ട് അസോസിയേഷനും എല്ലാം ചേർന്നിട്ട്, കേരള മോട്ടോർ സ്പോർട്ട് അസോസിയേഷനും എല്ലാം ചേർന്നിട്ട് നമ്മൾ ഇന്നലെ കുറേ PP കിറ്റുകൾ അയച്ചു. നമ്മൾ ചെയ്ത കാര്യം കാണിക്കാനല്ലട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ആളുകളെ ഒരു ശ്രദ്ധ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ പറയണം. ഇന്നലെ ഞങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ മെഡിക്കൽ കിറ്റുകളും മറ്റുള്ള ആവശ്യ സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ്, ഇതെല്ലാം വേണം. ഇനി അങ്ങോട്ടൊക്കെ അത് വേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഇനി പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും.
അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ കമ്പിളി, തണുപ്പുള്ള ഏരിയയാണ്, കമ്പിളി, ജാക്കറ്റ്, ഇങ്ങനത്തെ വസ്തുക്കൾ, ബെഡ്ഷീറ്റുകൾ, ഇതെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു കാര്യം, ഉടനെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ വരാവുന്ന വലിയൊരു ചാലഞ്ചാണ് ഈ രക്ഷപ്പെട്ടവരും ബാക്കി ജീവനോടുള്ള ആളുകളെയും പുനരധിവസിക്കാനുള്ള ഓരോ കാര്യങ്ങൾ. അതിന് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് പണം തന്നെയാണ്. പണം നമുക്ക് സ്വരൂപിക്കാൻ എളുപ്പമാണ്. സ്വരൂപിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞത് അത്ര എളുപ്പമായിട്ടല്ലെങ്കിലും നമുക്ക് ഒരു ചലഞ്ച് പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുക നമ്മളെ പോക്കറ്റിൽ നിന്ന്. അതൊരു 100 രൂപയാവും, 50 രൂപ, 100 എല്ലാം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കരുതുന്നു. നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വെറുതെ ഒരു ഈവനിങ് സ്നാക്ക് കഴിക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന പൈസ ചിലപ്പോൾ ആവുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു സാധാരണ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ നമ്മൾ മെച്ചപ്പെട്ടൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പൈസ ആവുന്നുള്ളൂ 100 രൂപ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഡെയിലി മാറ്റി വെച്ച് ഒരു മാസം കഴിഞ്ഞിട്ട്, ആക്ച്വലി ഞങ്ങളിവിടെ ഫസ്റ്റ് മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 2-ാം തീയതി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇപ്പോഴെടുക്കുന്ന വെച്ചാലും ഈ ഒരു മാസം എൻഡ് വരെ നമ്മൾ ഈ ചാലഞ്ച് കൊണ്ടുപോവാണ്. ആ മാസം എൻഡ് ആകുമ്പോൾ നിങ്ങൾ ആരും നമുക്ക് പൈസ അയച്ചു തരണ്ട. നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ എന്താണ് നമുക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു രീതി അതിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്ന, അത് ചിലപ്പം നമ്മൾ ഏതെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്കായിരിക്കാം, ചിലപ്പം ഏതെങ്കിലും ഈ പറഞ്ഞ വീടെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന വെൻഡേഴ്സിനുള്ള, അതായത് ഇപ്പം സിമെൻ്റായിട്ടോ സ്റ്റീലായിട്ടോ അല്ലെങ്കിൽ വല്ല വസ്തുക്കളായിട്ടോ കൊടുക്കാനുള്ള വെൻഡേഴ്സിന് പൈസ കൊടുക്കുന്നതായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് അത് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാവുന്ന ചെറിയ ചാലഞ്ചാണ് 100 രൂപ മാറ്റി വെച്ചിട്ട് ഒരു മാസം കരുതി വെച്ചൊരു 3000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്ക് വലിയ എമൗണ്ടാണ്. അതേപോലെ ആ കളക്റ്റീവിൽ കിട്ടുമ്പോൾ വലിയൊരു എമൗണ്ടായി മാറും. നമുക്ക് വലിയൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ വീടുകളെല്ലാം പുനരധിവസിച്ച് വരുമ്പോഴേക്കെല്ലാം തന്നെ ഒരുപാട് സമയമെടുക്കും ആയി വരാൻ. പേപ്പറുകളുള്ള ആളുകൾക്ക്, പേപ്പർ ഇല്ലാത്ത ആളുകളെല്ലാം ഉണ്ടാവും. അത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആധാർ മുതലുള്ള പല പേപ്പർ, ഗവൺമെൻറ് രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സമയം എടുത്തേക്കാം. അതല്ല പ്രൈവറ്റായി ചെയ്യുന്നവർ ചിലപ്പം ആളുകളുടെ ഒരു അവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ ചെയ്തൊന്നും വരും. അപ്പം അത് ശരിക്കും നമുക്ക് ഏതാണോ അന്നത്തെ ഏറ്റവും നല്ല സാഹചര്യം എന്ന് നമ്മൾ ഇൻഫോം ചെയ്യും എൻ്റെ ഈ മീഡിയയിലൂടെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ സമയത്ത് ഏത് അക്കൗണ്ട് ചെയ്യും. ഇപ്പം തന്നെ ഇന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു അവർ 20ഓളം വീടുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കണം. അവർ സ്ഥലങ്ങളെല്ലാം ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു വീടിന് 9 ലക്ഷം രൂപയോളം ചിലവിൽ ഉള്ള രീതിയിൽ നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞില്ല. അല്ല, അവർക്ക് പകുതിയോളം വീടുകൾക്ക് സ്പോൺസർഷിപ്പ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മലയാളിയുടെ ഏറ്റവും വലിയൊരു നന്മയാണ്. മലയാളികളെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ മലയാളികൾ എപ്പോഴും കാണിച്ചിട്ടുള്ള വലിയൊരു നന്മയാണ് ഇങ്ങനെയുള്ള സപ്പോർട്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള മലയാളികളായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പലരും പണം കൊടുത്ത് നമുക്കറിയാം. നല്ല കാര്യമാണ് പണം കൊടുത്തിട്ട് അത് അറിയിക്കുന്നതും. ചിലപ്പം ബാക്കികൾക്ക് പ്രോത്സാഹനമാവും. ഇപ്പം യൂസഫ് അലിക്ക് 5 കോടി കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മമ്മൂക്ക, കമലഹാസൻ, സൂര്യ, ഇങ്ങനെ പലരും, ഞാൻ ആരെയും എടുത്ത് പറയല്ല, ഓരോരുത്തരായിട്ടും നമുക്ക് അറിയാൻ പറ്റുന്ന പണം കൊടുത്തത് കാണിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് കാണുന്നില്ല, ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം അതൊരു പ്രചോദനമാണ്. അതിലൊരു സ്റ്റെപ്പും കൂടെ ഒരു ബെറ്ററായി തോന്നിയൊരു കാര്യം, നമ്മൾ വലത് വഴി കൊടുക്കുന്നിടത്ത് പോയി അറിയരുതെന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ ആസിഫ് പണം കൊടുത്തത് മാർക്ക് ചെയ്യാതെ തന്നെ എത്രയാണെന്ന് എമൗണ്ട് കാണിക്കാതെയും കാണിച്ചു. അതും ഒരു നന്മയാണ്. ഇതിലൊന്നും തന്നെ ഞാൻ തിന്മ കാണുന്നില്ല. ഇതിലൊന്നും തന്നെ പൊളിറ്റിക്സും ആരും കാണരുത്. നമ്മളിതെല്ലാം പരിഗണിച്ച് ഒരു മാനസികാവസ്ഥയിൽ പരിഗണിക്കുക. മാക്സിമം നമ്മളാൽ പറ്റുന്ന നന്മകൾ ചെയ്യുക. അത് ഇത്തരത്തിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഉദാഹരണം പറയാം. അവർ ടീഷർട്ട് ബിസിനസ്സാണ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അവരൊരു മാസം ടീഷർട്ടിൻ്റെ വരുമാനത്തിനോ അല്ലെങ്കിൽ ഇത്രയും ടീഷർട്ടോ ആണെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പം കിട്ടുന്ന പ്രോത്സാഹനമാണ്. ഇങ്ങനെ വീണ്ടും നന്മകൾ പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം കളയാതിരിക്കുക എന്നുള്ളത്. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഇപ്പം നമുക്ക് എല്ലാവർക്കും പണം സ്വരൂപിച്ച് കൊടുക്കാനുള്ള പല വഴികളുണ്ടാവും. ചിലർക്ക് ആ വഴികൾ അറിയുണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്. അതുപോലെ തന്നെ കളക്ടർ, വയനാടോ കോഴിക്കോടോ കളക്ടറായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാം. പല സംഘടനകളും NGOസും നോൺ NGOസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവരിലെല്ലാം തന്നെ നമ്മൾ ആദ്യം കണ്ട് അവർ പ്രവർത്തിക്കുന്ന മേഖല നോക്കി നമുക്ക് എന്തിലേക്കാണോ കൊടുക്കാൻ താല്പര്യം പറ്റുന്നത് നോക്കി കൊടുക്കാം. അതിലെല്ലാം തന്നെ നമ്മൾ നന്മ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നു, അവിടെ അവർക്ക് കിട്ടുന്നു എന്നുള്ള വിശ്വാസമാണ് ഏറ്റവും നല്ലത്. അതെല്ലാം നമുക്ക് തോന്നുകയാണ് അതിൽ കൊടുത്താൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാർഗം നോക്കി കൊടുക്കുക.
കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു ഡ്യൂട്ടിയാണെന്ന് തോന്നി അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമ്മളൊരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതായിട്ടുണ്ട്. അതൊന്നും പറഞ്ഞ് നമ്മുടെ ഒരു കയ്യടി നേടാമെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നന്മ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നന്മ ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഒന്ന്, ഇടത് കൈ കൊടുക്കുന്ന വലത് കൈ അറിയാതിരിക്കുകയും അതുപോലെ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാതിരിക്കുകയും എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാതെ നമ്മളെ പ്രവൃത്തി നമ്മൾ പുണ്യമായിട്ട്, ദൈവത്തിനുള്ളൊരു പുണ്യമായിട്ട് പ്രതിഫലമായിട്ട് കാണുക എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു രീതി നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് കാണിച്ചിട്ട് അതൊരു പ്രോത്സാഹനമാവുക എന്നുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ദൈവം നോക്കുക എന്നാണ് ഇപ്പം പറയാറുള്ളത്. ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പോൾ ദൈവവിശ്വാസി ആകുമ്പം ഞാൻ കാണാറുള്ളത് അതാണ്. മനസ്സിൻ്റെ ശുദ്ധി നമ്മൾ നല്ലതാണെങ്കിൽ ദൈവം അതിനെ റിവാർഡ് ചെയ്യും. നമ്മൾ ഇസ്ലാമിലൊരു കാര്യമുണ്ട്, സക്കാത്തും സദക്കയും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ് ദാനം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യണം, ഇസ്ലാമാണ്. അതേപോലെ തന്നെ മറ്റുള്ള മതങ്ങളിലും അത്തരത്തിലുള്ള ധർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമായിട്ടൊരു കാര്യം പറയുകയാണ്. ഇതൊരു സന്തോഷിക്കേണ്ട നിമിഷമില്ലെങ്കിൽ കൂടി നമ്മൾ ഈ സമയത്ത് നമ്മുടെ ജാതി, മതം, വർഗം, ഒരു കളറോ ഒന്നും വ്യത്യാസമില്ലാതെ ആണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതും രക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ അല്ലെങ്കിൽ ഹിന്ദുവിനെ രക്ഷിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ചേർന്ന് മനുഷ്യന്മാരെ രക്ഷിച്ചില്ല. ഈ ഒരു ഐക്യമാണ് നമുക്ക് വേണ്ടത്. ലക്കും ദീനുക്കും വലിയ ദീൻ ഖുറാനിൽ പറഞ്ഞു, നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം. കാരണം ഇത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പ്രിൻസിപ്പിളാണ് മതം എന്ന് പറയുന്നത്, അല്ല മനുഷ്യന്മാർ തമ്മിൽ കാണിക്കേണ്ട വേർതിരിവല്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേരളം എന്നുള്ള ഒരു റോൾ മോഡലാക്കിയിട്ട് വേൾഡിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറും. ഇപ്പം തന്നെ ആണ്, ഇനി ഒന്നുകൂടെ സ്ട്രോങ് ആവും. നമ്മൾ ഈ വർണ്ണങ്ങളിലും കളറുകളിലും വ്യത്യാസങ്ങളിലും ജാതിയിലൊന്നും ഭിന്നിപ്പെടാതെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ ഞാൻ പറയുന്നതിലുള്ള നല്ല കാര്യങ്ങൾ എടുക്കുക, അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുക്കുക. ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളുടെ ഒരു ഡീറ്റെയിൽസാണ്. അതിലേക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതും പാർട്ടാവാൻ പറ്റുന്നതും പാർട്ടാവാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഡിസ്ക്രിപ്ഷനിലുണ്ട്. പലരും പറഞ്ഞിട്ട് എനിക്കറിയാം, പറയാവുന്നത് ഞാൻ വെച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുള്ളതാണ്. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം. വേറൊന്നുമില്ല, റീച്ച് കൂടാനൊന്നുമില്ല. ആളുകളിൽ എത്തിച്ച് എൻ്റെ ഒരു വാക്കുകൊണ്ട് ഒരാൾക്ക് നന്മ തോന്നിയാൽ അതിൻ്റെ പുണ്യം എനിക്ക് കിട്ടും എന്നുള്ള ചെറിയൊരു സ്വാർത്ഥത മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നാലും വീണ്ടും ഞാൻ പറഞ്ഞത്, ഈ ഒരു 2 ദിവസം കൂടെ ഞാൻ എന്തായാലും പുതിയ വീഡിയോസ് വേറെ വണ്ടി റിലേറ്റഡ് ഇടാത്തത് എൻ്റെ ധർമ്മമായിട്ട് എനിക്ക് തോന്നും. ഈ ഒരു സമയത്ത് നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ആ ഒരു മനസ്സിൽ കാര്യങ്ങൾ കാണുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ബൈ.